തൊമ്മൻകുത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. 7 നില കുത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഈ വെള്ളച്ചാട്ടം കാണാനും ഈ പുഴയിലിറങ്ങി കുളിക്കാനും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിനോദസഞ്ചാരികളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. തൊമ്മൻകുത്ത് മുള്ളരിങ്ങാട് വനമേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കണ്ണാടിപ്പുഴയുടെ തീരത്താണ് വനം വകുപ്പിൻ്റെ ഇക്കോ ടൂറിസം കേന്ദ്രമായ തൊമ്മൻകുത്തുള്ളത്. വലിയ പാറക്കെട്ടുകളും ഇതിനിടയിലൂടെ കുത്തിയും മറിഞ്ഞും ഒഴുകുന്ന കണ്ണാടിപ്പുഴയും ആരുടെയും മനം കവരും. ഒരു പതിറ്റാണ്ട് മുമ്പാണ് പ്രാദേശിക ജനങ്ങളുടെ വികസനം കൂടി മുന്നിൽ കണ്ട് ഇവിടെ വിനോദസഞ്ചാര കേന്ദ്രമായി വനം വകുപ്പ് ഉയർത്തുന്നത്. പ്രദേശവാസികളായ 25ഓളം പേർക്ക് ഇതിലൂടെ തൊഴിൽ ലഭിച്ചു. ഞങ്ങൾ 10-12 വർഷങ്ങളായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള പ്രദേശമായതുകൊണ്ട് ജോലി ചെയ്യാനുള്ളൊരു ചെറിയ വരുമാനം ഞങ്ങളുണ്ട്. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമുണ്ട്. അവധി ദിവസങ്ങളിലാണ് തിരക്ക്. അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ തൊമ്മൻകുത്ത് കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട്. നേരത്തെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി വാച്ച് ടവറൊക്കെ നിർമ്മിച്ചിരുന്നെങ്കിലും അതൊക്കെ തകർന്ന അവസ്ഥയിലാണ്. നേരത്തെ ഒരു ഏറുമാടം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികൾക്ക് ചെറിയൊരു മാടവും നിർമ്മിച്ചിരുന്നു. അതൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. തൊമ്മൻകുത്തിന്റെ വികസനത്തിന് വനം വകുപ്പിന് താല്പര്യമില്ല എന്നാണ് പ്രദേശവാസികളുടെ പ്രധാന പരാതി. തൊമ്മൻകുത്ത് മുതൽ വനത്തിലൂടെ 6 കിലോമീറ്റർ പ്രവേശനം അനുവദിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വനം വകുപ്പ് ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ചില വികസനങ്ങൾ ഈ പ്രകൃതിക്ക് ദോഷമല്ലാത്ത തരത്തിലും വനം നിയമങ്ങൾക്ക് വിരുദ്ധമല്ലാതെയും ചെയ്യാവുന്ന കുറേ പ്രവർത്തനങ്ങളുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ അതിൻ്റെ അകത്തൊരു മുൻകൈ എടുക്കേണ്ടത് ത്രിതല പഞ്ചായത്തുകളാണ്. വണ്ണപ്പുറം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തുകൾക്കും പഞ്ചായത്ത് ഭരണസമിതികൾക്കും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കും ജില്ലാ പഞ്ചായത്തിനും ഈ കാര്യത്തിൽ വളരെ നിർണായകമായ പങ്കുവഹിക്കാൻ കഴിയും. അത്തരമൊരു ശ്രമം നടക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി. സഞ്ചാരികളെ ആകർഷിക്കുന്ന പളുങ്കുനള്, ചെകുത്താൻകുത്ത്, മുത്തിക്കുത്ത്, കുടച്ചിയാർകുത്ത്, തേൻകുഴിക്കുത്ത് ഉൾപ്പെടെ അതിമനോഹര കാഴ്ചകൾ വേറെയുമുണ്ടെങ്കിലും വനം വകുപ്പ് ഇങ്ങോട്ടേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വരുന്നവർക്ക് അവരുടെ പൈസ മേടിക്കുന്നതിനാണ് ഈ ദൂരെ നിന്ന് യാത്രയൊക്കെ ചെയ്ത് വന്ന ആൾക്കാർ എന്തൊരു കഷ്ടപ്പെട്ട് ഇവിടെ വരണം. ഇവരിവിടെ വന്നിട്ട് നിരാശയായിട്ട് പോകരുത്. കാരണം അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്ത് കൊടുക്കണം. തൊട്ടടുത്തുള്ള ആനയാടിക്കുത്തിനെയും കോട്ടപ്പാറ വ്യൂ പോയിന്റിനെയും തൊമ്മൻകുത്തിനെയും ബന്ധിപ്പിച്ച് വലിയ ടൂറിസം പദ്ധതികൾക്ക് സാധ്യതകളുണ്ടെങ്കിലും അതിന് മുൻകൈ എടുക്കേണ്ട വനം വകുപ്പ് സുഖനിദ്രയിലാണ്. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.